മറ്റൊരു വിവാദം ഈ ഉദ്ഘാടന ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരവുമായി ബന്ധപ്പെട്ടായിരുന്നുവല്ലോ. അത് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്ന തരത്തിൽ മുസ്ലിം വേഷധാരിയെ ഭീകരനായി ചിത്രീകരിച്ചു എന്നതായിരുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെ അതിൽ അഭിപ്രായം പറഞ്ഞു, വലിയ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ആ വിഷയത്തിൽ ഇന്ന് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരിക്കുന്നു. അതിന്റെ പിന്നിലെ സംഘപരിവാർ അജണ്ടയും മറ്റ് വിവാദങ്ങളും പരിശോധിക്കണം എന്ന ഒരു അഭിപ്രായമാണ് റിയാസ് പറഞ്ഞത്. കലോത്സവത്തിലുണ്ടായ സംഭവം വളരെ ഗൗരവത്തിൽ പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ആ പരിശോധനയ്ക്ക് ശേഷം പറയാവുന്നതാണ്. എന്തായാലും അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു രീതിയല്ല. അല്ല, അത് പരിശോധിക്കപ്പെടണം. ഇതിൽ പങ്കുകൊണ്ടവർ, ആ പങ്കുകൊണ്ടവരുടെ താല്പര്യമെന്ത്, അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ഈ പറയുന്ന ആളുകളുടെ താല്പര്യം എന്ത്, അത് അവർ ബോധപൂർവമാണോ അല്ലയോ എന്നൊക്കെയുള്ള പരിശോധിക്കണം. അവർ അതിന് എന്ത് ന്യായീകരണം പറഞ്ഞാലും അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. പരിശോധിക്കപ്പെടണം, വളരെ ഗൗരവത്തിൽ പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. ഈ പറയുന്ന വ്യക്തിയുടെ സംഘപരിവാർ ബന്ധം ഉൾപ്പെടെ വളരെ ഗൗരവത്തിൽ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇത് ഓരോ കമ്മിറ്റിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ബന്ധപ്പെട്ട സബ് കമ്മിറ്റിയാണ് ഇവരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാനൊരു ടീമുണ്ടായിരുന്നു. ആ പരിശോധന സമയത്ത് അവർ ആ കാര്യങ്ങൾ പരിശോധിച്ചു. പക്ഷേ അതിലുണ്ടായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. മറ്റ് ഗാനവും ഇതൊക്കെയാണ്, എല്ലാ കാര്യങ്ങളാണ് പരിശോധിച്ചത്. എന്തായാലും അത് വരാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ വേണ്ടി പറ്റുന്ന രീതിയല്ല. ബന്ധപ്പെട്ടവർ അത് ഏത് അർത്ഥത്തിലാണ് ചെയ്തതെന്ന് പരിശോധിക്കണം. കലോത്സവത്തെ ബോധപൂർവം കലാപ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണോ അതിൻ്റെ പിന്നിൽ? ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണോ? കലോത്സവത്തിൻ്റെ ജനകീയ പങ്കാളിത്തം എല്ലാവരും ഒരുമിച്ചാണ്. ആ ജനകീയ പങ്കാളിത്തത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനാണോ, ഈ ആശയം വളരെ ബോധപൂർവം കുത്തിവെക്കാനാണോ എന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്.